സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ. കേന്ദ്ര സർക്കാർ കേരളത്തിൽ വികസനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. And here in Kerala for a long time the left parties also. They believed in the politics of division. They believed in the politics of casteism. They believed in the politics of political appeasement. And they worked on the principles of politics of appeasement and dividing the society. But it was in 2014 when Prime Minister Modi took over the reins of the government of India that the new discipline, the new culture was brought into force, and we developed the program which we call as Sabka Saath, Sabka Vikas, Sabka Vishwas, Sabka Prayas. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സെമി ഫൈനലല്ല, ഫൈനൽ മത്സരമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 25 സെപ്റ്റംബർ 2 ദിവസം മുമ്പേ ഈ ഒരു പ്രോസസ്സ് പാർട്ടി തുടങ്ങി. എല്ലാ ജില്ലയിലും പാർട്ടിന്റെ ഒരു വികസന സന്ദേശം പറയാനും മനസ്സിലാക്കി കൊടുക്കാനും പാർട്ടി ഇറങ്ങി. ഈ ഒരു രീതി വീട് കയറി പാർട്ടിന്റെ ഒരു കാഴ്ചപ്പാടും പാർട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വികസനവും അതിനെക്കുറിച്ച് ചെയ്യാൻ പോകുന്ന സമയങ്ങളാണ് ഈ 35 ദിവസം. ഏപ്രിൽ മാസത്തിൽ നമ്മളെല്ലാവരും തീരുമാനിച്ചതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ്, ലോക്കൽ ബോഡി ഇലക്ഷൻ. പണ്ടുകാലത്ത് ഇതൊരു സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ എന്ന മനസ്സിലാക്കുന്ന ഇലക്ഷൻ. ഞങ്ങൾ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊരു ഫൈനലാണ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഫൈനൽ. കൂടുതൽ വിവരങ്ങളുമായി ബി ശ്രീകുമാർ ചേരുന്നു. ശ്രീകുമാർ, എന്തൊക്കെയാണ് ബി.ജെ.പി. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം, സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അതിനെ പറ്റിയുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ. അതിര ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗം കൊല്ലത്തും തുടരുകയാണ്. ജെ.പി. നദ്ദ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പുറത്തുപോയി. ഇപ്പോൾ രാഷ്ട്രീയകാര്യ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ വികസിത കേരളം ബി.ജെ.പി. സൃഷ്ടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മരീചികയായ 7 പതിറ്റാണ്ട് ഇന്ത്യയുടെ ഭരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 11 വർഷക്കാലം മോദി സർക്കാർ ഭരിച്ചു, വികസന നയങ്ങൾ നടപ്പിലാക്കി, സാധാരണക്കാർക്ക് വരെ വികസനം ഉറപ്പാക്കി. അത്തരത്തിലുള്ള വികസനമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിണറായിയുടെ 10 വർഷത്തെ ഭരണം അപകടം, അരാജകത്വം, അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമെന്നാണ് ഈ രാഷ്ട്രീയ പ്രമേയം വിശദീകരിക്കുന്നത്. അങ്ങനെ വിശദമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന സമിതി യോഗം തുടരുന്നത്. നമുക്കറിയാം, പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ വന്ന് പുനഃസംഘടിക്കപ്പെട്ട സംസ്ഥാന സമിതി അംഗങ്ങളുടെ ആദ്യ പൂർണ്ണ യോഗമാണ് കൊല്ലത്ത് നടക്കുന്നത്. ഇനിയുള്ള 3 മാസക്കാലം വളരെ നിർണായകമാണ്. ഇനിയുള്ള 30 ദിവസത്തോളം വളരെ നിർണായകമാണ്. ഗൃഹസമ്പർക്കത്തിലൂടെ ഈ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികളുമായി എല്ലാ പ്രവർത്തകരും മുന്നിട്ടിറങ്ങണമെന്നാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നേരത്തെ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ മത്സരമല്ല, ഫൈനൽ മത്സരമായി കാണണം. അതോടൊപ്പം തന്നെ ഈ കേരളം നടപ്പിലാക്കാത്ത പദ്ധതികളെക്കുറിച്ചും ജെ.പി. നദ്ദ വിമർശിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയില്ല. അതിന്റെ നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്കാണ്. ബി.ജെ.പി. അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആയുഷ്മാൻ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. മറ്റൊന്ന് എയിംസിന്റെ കാര്യത്തിലാണ്. എയിംസ് ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് അനുവദിക്കുമെന്നുള്ള കാര്യത്തിൽ അത് അസന്ദിഗ്ധമായിട്ട് ആരോഗ്യമന്ത്രി കൂടിയായ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ പറയുകയുണ്ടായി. അങ്ങനെ വിശദമായ കാര്യങ്ങൾ, ഓരോ നേട്ടങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശകരമായിരുന്നു ആ പ്രവർത്തക സമിതി യോഗം. കൊല്ലത്ത് ചേർന്നതും പ്രവർത്തകർക്കും വലിയ ആവേശം സൃഷ്ടിക്കേണ്ട. എന്തായാലും പ്രവർത്തക സമിതി ഈ സംസ്ഥാന സമിതി യോഗം, ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗം കൊല്ലത്ത് തുടരുകയാണ്. എന്തായാലും ഇതിനെ സംബന്ധിച്ച പ്രമേയമുണ്ട്, രാഷ്ട്രീയ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതിനുള്ള ചർച്ചകളുണ്ട്. എന്തായാലും 8 മണി കഴിയും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആതിര.